എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ. നടന്നാലും നടന്നില്ലെങ്കിലും നന്മ നേർന്നുള്ള ആശംസകൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇല്ലേ? പുതിയ വർഷം സന്തോഷവും സമൃദ്ധിയും സ്വപ്നങ്ങളുടെ പൂർത്തീകരണവും നൽകട്ടെ എന്ന് ആശംസിക്കുന്ന ഹൃദ്യമായ പുതുവർഷാശംസകൾ നിങ്ങൾക്ക് ഇതിനോടകം നിങ്ങളുടെ ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും കാർഡുകളായും എല്ലാം ഏറെ ലഭിച്ചു കാണുമല്ലോ. ഒറ്റവാക്കിൽ വരുന്നവ മുതൽ പേജുകൾ നീണ്ട ആശംസകൾ വരെ ലഭ്യമാണ്. അയക്കുന്ന ആളിന് അർത്ഥമില്ലാത്തതാണെങ്കിലും അവരിൽ നിന്ന് ഒരു ആശംസ ലഭിച്ചില്ല എങ്കിൽ പലരും പരിഭവപ്പെടും. ക്രിസ്മസിന് പോലും എന്നെ ഒന്നും ഓർത്തില്ലല്ലോ, എൻ്റെ ബർത്ത്ഡേ അങ്ങ് മറന്നുപോയോ, വെഡിങ് ആനിവേഴ്സറി മറന്നുപോയോ, അങ്ങനെ പോകുന്നു ആ പരിഭവങ്ങൾ. ആശംസകൾ ഇപ്പോൾ പണ്ടത്തേതുപോലെ കാർഡ് വാങ്ങി കവറിലാക്കി സ്റ്റാമ്പ് ഒട്ടിച്ചയക്കുന്നവർ ചുരുക്കമാകുന്നു. മിക്കവാറും എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന വാട്സാപ്പുകൾ ഫോർവേഡ് ചെയ്യുന്നതാണല്ലോ പതിവ്. അതെങ്കിലും ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ പലർക്കും ഭയങ്കര സങ്കടമാണ്. പലപ്പോഴും അർത്ഥമില്ലാത്ത എന്ന് നാം ചിന്തിക്കുന്ന ഈ ആശംസകൾക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത് എന്തിനാണ്? അത് കിട്ടുമ്പോൾ നാം ഒരുപാട് സന്തോഷിക്കുന്നത് എന്തിനാണ്? അതിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്നതിനാലാണോ? അല്ല, ഇത് ബന്ധങ്ങളെ കാണിക്കുന്നതാണ്. എന്നെ ഓർക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഇല്ലേ? നമ്മുടെ ഈ ജീവിതയാത്രയിൽ ബന്ധങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ബന്ധങ്ങൾ തകർന്നാൽ നാം തകരും. നമ്മുടെ ബന്ധങ്ങൾ അർത്ഥവത്തും ആനന്ദദായകവുമാക്കുവാൻ ഉതകുന്ന ചില മാർഗങ്ങൾ നമുക്ക് ഈ സുപ്രഭാതത്തിൽ ഒരുമിച്ച് ചിന്തിക്കാം. നാം എവിടെ നിന്നാണ് വന്നത്? നാം എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നാം ഇവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? ഈ ആയുസ് കൊണ്ട് നാം എന്ത് നേടുവാനാണ് ഈ ജീവിതം നമുക്ക് തന്നവൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണില്ലേ? ഉത്തരമില്ലാത്തത് എന്ന് ചിന്തിച്ച് പലരും അവഗണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ബൈബിളിൽ കാണുന്ന ഒരു വാക്യം, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. സ്വന്തം എന്നവകാശപ്പെടുവാൻ സാധിക്കാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നമുക്കുള്ളതൊന്നും നാം കരുതുന്നതെല്ലാം താൽക്കാലികമാകുന്നു. മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പരദേശികളാണ് നാം ഇവിടെ. അങ്ങനെ ചിന്തിക്കുന്നത് ദോഷൈക ദൃക്കുകൾ മാത്രമാകുന്നു എന്ന് നിങ്ങൾ വാദിച്ചാലും യാഥാർത്ഥ്യം അത് മാത്രമായതിനാൽ അതിനെ അംഗീകരിച്ചേ മതിയാകൂല്ലേ? അതനുസരിച്ച് ജീവിച്ചേ മതിയാകൂ. യാഥാർത്ഥ്യത്തെ മറച്ച് അനുഗ്രഹം ആശംസിച്ചാൽ അത് പാഴ്വാക്കുകൾ മാത്രമാകും എന്ന് നമുക്കറിയാം. ആയുസിൻ്റെ ക്ഷണികത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ബുദ്ധിയാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ ജ്ഞാനികളാണ്. ആയുസിൻ്റെ ക്ഷണികത്വം. 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ മോശ ഇപ്രകാരം പാടി, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന്. എല്ലാവർക്കും അറിയാമെങ്കിലും ആരും എണ്ണുവാൻ ആഗ്രഹിക്കാത്ത ഒന്നത്രേ നമ്മുടെ ആയുസിൻ്റെ ദിനങ്ങൾ, ഇല്ലേ? 60 വയസ്സ് വരെ ജീവിക്കുവാൻ കഴിഞ്ഞാൽ അത് വെറും 21,900 ദിവസങ്ങൾ മാത്രമാകുന്നു എന്നും, അത് 80 വയസ്സ് വരെ നീട്ടിക്കിട്ടിയെന്നാൽ അത് 29,200 ദിവസങ്ങളാകുന്നു എന്നും നാം ചിന്തിക്കാറില്ല. എന്നാൽ ബുദ്ധിമാന്മാരായ ആളുകൾ തങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുള്ളവരായിരുന്നു. അബ്രഹാമിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറ് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശുദ്ധ പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന്. നാം എല്ലാം സ്വന്തം ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പരദേശികൾ മാത്രമാകുന്നു. നമ്മുടെ ഈ യാത്രയിൽ നാം അനേകരെ കണ്ടുമുട്ടുന്നു, ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുന്നു. ചിലത് ഊഷ്മളങ്ങളായ ബന്ധങ്ങളാണ്, ചിലത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബന്ധങ്ങളാണ്. എന്തായിരുന്നാലും ബന്ധങ്ങൾ ശരിയായ വിധത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഒരു പരദേശിയായി, ഒരു പിൽഗ്രിമായി, ഒരു അന്യദേശക്കാരനായി ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാകുന്നു പത്രോസ് എഴുതിയ ലേഖനം, പ്രത്യേകിച്ചും അതിൻ്റെ 1-ാമത്തെ ലേഖനം. പത്രോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതുവാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയൂ. AD 64 ജൂലൈ മാസം 19-ാം തീയതി റോമാ പട്ടണം അഗ്നിക്കിരയായി. അന്നത്തെ ലോകശക്തിയായിരുന്നെന്ന് ഓർക്കണം. അതിൻ്റെ തലസ്ഥാന നഗരി അഗ്നിക്കിരയായി. ഇടുങ്ങിയ തെരുവുകളുടെ ഇരുവശത്തും തടി കൊണ്ടുണ്ടാക്കിയ പല നിലകളുള്ള പാർപ്പിട സമുച്ചയങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന പട്ടണം ജനനിബിഡമായിരുന്നു. പട്ടണം മുഴുവൻ തീ ആളിക്കത്തുവാൻ ആരംഭിച്ചു. മിക്കവാറും കെട്ടിടങ്ങൾ തടിയിൽ ഉണ്ടാക്കിയിരുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആദ്യത്തെ 3 പകലും 3 രാവും തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു. പിന്നീട് തീ അല്പം നിയന്ത്രണത്തിലായി എങ്കിൽ തന്നെ പിന്നെയും കത്തുവാൻ ആരംഭിച്ചു. ഒട്ടുമുക്കാലും വീടുകളും അതിലെ ജനങ്ങളും അഗ്നിക്കിരയായി. ഈ സംഭവത്തിന് പിൻപിൽ അന്നത്തെ ചക്രവർത്തിയായിരുന്ന നീറോ തന്നെ ആയിരുന്നു എന്ന് റോമാക്കാർ വിശ്വസിച്ചു. പൊതുവെ മനോവിഭ്രമം ഉള്ളവനായിരുന്ന നീറോയുടെ ഏറ്റവും വലിയ ഉല്ലാസം കെട്ടിടങ്ങൾ പണിയുക എന്നതായിരുന്നു. അതിനുവേണ്ടി നിലവിലുള്ള കെട്ടിടങ്ങൾ നശിപ്പിക്കുക എന്നത് ആവശ്യമായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു. നീറോ അവൻ്റെ ആഡംബര കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് റോമാപട്ടണം അഗ്നിക്കിരയാകുന്നത് കണ്ട് ആസ്വദിച്ചു. തീ കെടുത്തുവാൻ ശ്രമിച്ചവരെ അതിനനുവദിച്ചില്ല എന്ന് മാത്രമല്ല, തീ കെടുത്തുന്നിടത്ത് വീണ്ടും തീയിട്ട് അത് ആളിക്കത്തിച്ചു. ജനമാകെ പരിഭ്രാന്തരായി. അതുവരെ അവർ പടുത്തുയർത്തിയ അവരുടെ സംസ്കാരം മുഴുവൻ കത്തിച്ചാമ്പലായി. അവരുടെ അഭിമാനമായിരുന്ന വൻ ക്ഷേത്രങ്ങളും മഹാബലി പീഠവും എല്ലാം കത്തിച്ചാമ്പലായി. അങ്ങനെ ആ സംഭവം സാമ്പത്തികവും സാമൂഹികവുമായ നഷ്ടങ്ങൾ മാത്രമല്ല, അവരുടെ മതവിശ്വാസത്തെ തന്നെ തകർത്ത് കളഞ്ഞു. ആയിരങ്ങളുടെ ജീവൻ പൊലിഞ്ഞത് മാത്രമല്ല, സ്വന്തക്കാരും ബന്ധക്കാരും നഷ്ടപ്പെട്ട അംഗവൈകല്യമുള്ളവരായി ശേഷിക്കുന്ന ആയുസ് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട 10,000 തെരുവിലായി. സ്വാഭാവികമായി അവരുടെ അമർഷം കൈപ്പേറിയതും ആഴത്തിലുള്ളതുമായിരിക്കും. തനിക്ക് നേരെ ആരംഭിച്ചിരിക്കുന്ന ഈ എതിർപ്പിനെ തിരിച്ചുവിടേണ്ടതുണ്ട് എന്ന് നീറോ ചക്രവർത്തി തിരിച്ചറിഞ്ഞു. അതിനവൻ ബലിയാടാക്കിയത് ക്രിസ്ത്യാനികളെയായിരുന്നു. അവൻ പറഞ്ഞു, ക്രിസ്ത്യാനികളാണ് റോമാ നഗരത്തിന് തീ കൊളുത്തിയത് എന്ന്. അവൻ്റെ കുബുദ്ധി കുറിക്കുകൊള്ളുകയും ചെയ്തു. കാരണം ഈ ക്രിസ്ത്യാനികളെ അന്ന് ലോകം പൊതുവെ വെറുത്തിരുന്നു. അതിന് പല ഉപാധികൾ മനുഷ്യർക്കുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് റോമാക്കാരുടെ ചക്രവർത്തിമാരെയോ അവരുടെ ദേവീ ദേവതമാരെയോ ആരാധിക്കുവാൻ ക്രിസ്ത്യാനികൾ കൂട്ടാക്കിയിരുന്നില്ല എന്നതായിരുന്നു. ക്രിസ്തു വിശ്വാസികൾ അതിഭയാനകമാം വിധം പീഡിപ്പിക്കപ്പെട്ട ഒരു കാലം. അനേകരെ തുണി ചുറ്റി എണ്ണയൊഴിച്ച് ചക്രവർത്തിയുടെ ഉദ്യാനത്തിലെ പന്തങ്ങളാക്കി. മൃഗങ്ങളുടെ തുകലിൽ പൊതിഞ്ഞ് വേട്ടപ്പട്ടികൾക്ക് ഇട്ടുകൊടുത്തു. ക്രൂശിൽ തറച്ച് തടവിൽ പാർപ്പിച്ച് 10,000 കൊന്നൊടുക്കി. വിശ്വാസികളെ ആൾക്കൂട്ടം തെരുവിൽ അടിച്ചു കൊല്ലുന്നത് സാധാരണ സംഭവമായി. റോമാ പട്ടണത്തിൽ ആരംഭിച്ചത് രാജ്യവ്യാപകമായി, സാമ്രാജ്യവ്യാപകമായി പടർന്നു. ഈ പശ്ചാത്തലത്തിലാകുന്നു വിശുദ്ധ പത്രോസ് സഹവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ ലേഖനങ്ങൾ എഴുതിയത്. ഈ ക്രൂര പീഡനം പത്രോസിനെയും ബാധിച്ചു കാണും. പാരമ്പര്യം പറയുന്നത് പത്രോസും അവൻ്റെ ഭാര്യയും ഒരേ സമയത്ത് റോമിൽ കൊല്ലപ്പെട്ടു എന്നത്രേ. തൻ്റെ ലേഖനങ്ങളിലെ പ്രധാന വിഷയം
കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വരുമ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയുടെ മനോഭാവവും അതിൻ്റെ അനന്തരഫലവുമാകുന്നു. ഈ ലേഖനത്തിലെ പ്രധാന ചിന്ത ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കീഴ്പ്പെടുക, ഇംഗ്ലീഷിൽ സബ്മിറ്റ് എന്നതാണ്. കീഴ്പ്പെടുക. ജീവിക്കുവാനുള്ള ആശ വിശ്വാസത്താലും നമ്മുടെ പരദേശവാസം കഴിക്കുന്നത് കീഴ്പ്പെടലിലൂടെയും ആകുന്നു. കീഴ്പ്പെടുക എന്നത് ഒരു മനുഷ്യൻ്റെയും പ്രകൃതത്തിൽ സ്വാഭാവികമായി ഇല്ലാത്തതാണ്. മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക എന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതം. ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയാലും മനുഷ്യന് തികയത്തും ഇല്ല. കീഴ്പ്പെടുത്തുവാനുള്ള പരക്കം പാച്ചിലിൽ നാം തട്ടിത്തകർക്കുന്നത് എന്തെല്ലാം എന്ന് നോക്കാറ് പോലുമില്ല. എന്നാൽ പത്രോസ് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരേ ഒരു വഴി കീഴ്പ്പെടുന്നതിലൂടെയാകുന്നു എന്നത്രേ. തൻ്റെ വായനക്കാർ കടന്നുപോയിരുന്ന അനുഭവങ്ങളിൽ കീഴ്പ്പെടുക എന്നത് അസാധ്യമായിരുന്നു. എന്നാൽ ഒരു പരദേശിയുടെ ജീവിതം കീഴ്പ്പെടലിൻ്റെ ജീവിതമാകുന്നു. അത് നമ്മുടെ പ്രകൃതത്തിന് ചേരാത്തതാകുന്നു. സത്യം. എവിടെയാകുന്നു കീഴ്പ്പെടേണ്ടത്? ആർക്കാണ് കീഴ്പ്പെടേണ്ടത്? എപ്പോഴാണ് കീഴ്പ്പെടേണ്ടത്? പത്രോസ് പറയുന്നത് തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4 പ്രത്യേക സാഹചര്യങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അവൻ പറയുകയാണ് ഇവിടൊക്കെ ഒരു പരദേശി കീഴ്പ്പെടണം. ഒന്നാമതായി പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും, ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും, സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. ക്രിസ്തു വിശ്വാസികൾ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ട് അവരുടെ രക്ഷയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മെ എതിർക്കുന്നവരോട് നാം എതിർത്ത് നിൽക്കുകയോ നാം ശരിയാകുന്നു എന്ന് സ്ഥാപിക്കുവാൻ നാം ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നമ്മെ മനസ്സിലാക്കാത്തവരെ നാം പ്രകോപിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു രാജ്യത്ത് ബാഹ്യവും ആന്തരികവുമായ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ദേശത്തെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ദേശം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ക്രിസ്തു വിശ്വാസികൾ ഉണ്ടാകണം. ദേശത്ത് സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാകുന്ന യാതൊരു വിഷയത്തിലും ക്രിസ്തു വിശ്വാസികൾ ഇടപെടരുത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വാദപ്രതിവാദങ്ങൾ കൊണ്ടോ പ്രകോപനപരമായ പ്രസ്താവനകൾ കൊണ്ടോ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സമരങ്ങൾ കൊണ്ടോ സമൂഹത്തിൽ സാവധാനതയും സ്വസ്ഥതയും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അത് സുവിശേഷീകരണത്തിന് തടസ്സം മാത്രമേ ഉണ്ടാക്കൂ. വിശുദ്ധ പൗലോസ് പറയുന്നത് ഒരു ക്രിസ്ത്യാനി ഒരിക്കലും രാഷ്ട്രീയ പ്രക്ഷോഭകൻ ആകരുത് എന്നത്രേ. രാജ്യ സുരക്ഷയ്ക്കും സമാധാനത്തിനും വിഘ്നം വരുന്ന വിധത്തിൽ സഭ ഒരിക്കലും ഒന്നിലും ഇടപെടരുത്. അത് നമ്മുടെ ജോലിയല്ല. നമുക്ക് ചുറ്റുമുള്ളവരുടെ രാഷ്ട്രീയ ചായ്വ് എന്തായിരുന്നാലും അവരുടെ ചിന്താധാര എന്തായിരുന്നാലും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നമ്മുടെ സ്നേഹിതരായി കാണണം. നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത പക്ഷം നാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന റോമൻ ചക്രവർത്തിമാർ വാണിരുന്ന കാലത്താണ് അവർക്ക് കീഴ്പ്പെടുവാൻ ഉള്ള ഒരു പ്രബോധനം പത്രോസ് നൽകുന്നത്. രണ്ടാമതായി, ജോലിയിൽ നാം മേലുദ്യോഗസ്ഥർക്ക് കീഴ്പ്പെടണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, വേലക്കാരി പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ആദ്യ നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന 12 കോടി ജനങ്ങളിൽ പകുതിയും അടിമകളായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അടിമകളോട് ക്രൂരമായി ഇടപെട്ടിരുന്ന യജമാനന്മാർ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പത്രോസ് ദാസന്മാരോട് പറയുന്നത് പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഏതൊരു ജോലി സ്ഥലത്തും നമുക്ക് മേലുദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും, ഇല്ലേ?
അവരെ എതിർക്കുന്നതാണ് എല്ലായിടത്തും കാണുന്നത്. എന്നാൽ ഈ ലോകത്തിൽ ഒരു പരദേശിയായിരിക്കുന്ന ക്രിസ്തു വിശ്വാസി മേലുദ്യോഗസ്ഥർക്ക് കീഴ്പ്പെട്ടിരിക്കും. ഈ വിഷയം വിശുദ്ധ പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞത് എഫെസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ ഭയത്തോടും വിറയിലോടും സേവിക്കണം എന്നത്രേ. എന്ന് പറഞ്ഞാൽ ഹീനമായ പാദസേവ ചെയ്യുക എന്നല്ല, തൊഴിലുടമയെ കാണുമ്പോഴൊക്കെ ഭയപ്പെട്ട് വിറയ്ക്കുവാനല്ല, പിന്നെയോ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. പലരും ഇന്ന് സ്വാതന്ത്ര്യമെന്ന് ചിന്തിക്കുന്നത് തങ്ങളുടെ മേലുദ്യോഗസ്ഥനെ അധിക്ഷേപിക്കുവാനും ചീത്ത പറയുവാനും മോശക്കാരനായി ചിത്രീകരിക്കുവാനും കഴിയുന്നതാണ്. അല്ലാതെ ജോലി ചെയ്യുവാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത വ്യക്തിയെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നതിലല്ല. ഈ സ്വാതന്ത്ര്യ ദുർവിനിയോഗം നികൃഷ്ടമാണ്. ഏത് ജോലിയിലാകുന്നെങ്കിലും ജോലിസ്ഥലത്തെ നിയമങ്ങൾ അനുസരിച്ച് വിശ്വസ്തയോടെ ജോലി ചെയ്യണം. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെന്ന പോലെ നാം നമ്മുടെ ജോലികൾ ചെയ്യണം എന്നത്രേ. ആരെങ്കിലും കാണുന്നു എന്ന് തോന്നുമ്പോഴത്തെ വിശ്വസ്തത പോരാ, കർത്താവ് സദാ കാണുന്നു എന്ന ബോധത്തോടെ വേണം നാം ജോലിയെടുക്കേണ്ടത്. ഒന്നാമതായി നാം ഭരണാധികാരികൾക്ക് കീഴ്പ്പെടണം. രണ്ടാമതായി നാം ജോലിസ്ഥലത്ത് കീഴ്പ്പെടുന്നവരാകണം. മൂന്നാമതായി ഭവനത്തിൽ, അതായത് കുടുംബത്തിൽ നാം കീഴ്പ്പെട്ടിരിക്കണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷം കൈകാര്യം ചെയ്യപ്പെട്ടാൽ മറ്റെല്ലാ രംഗങ്ങളിലും വിജയമുണ്ടാകും. നമ്മുടെ പരദേശ യാത്ര വളരെ സ്മൂത്തായിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധം പോലെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധം ഈ ലോകത്തിൽ ഇല്ല എന്ന കാര്യം മറക്കരുത്, മാനുഷികമായ ബന്ധം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരന്മാരും സഹോദരിമാരും ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള സകല പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണം. നിങ്ങളുടെ ബന്ധത്തെ പിഴുതെറിയുവാൻ ശക്തമായ മറ്റ് ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. നിങ്ങളുടെ ബന്ധത്തിന് ആക്കം കൂട്ടുന്നത് എന്തെന്ന് കണ്ടുപിടിച്ച് അതിൽ വളരണം. ഭാര്യാഭർത്തൃ ബന്ധത്തിന് സ്ഥിരതയും ഉറപ്പും നൽകുന്നത് അവർ രണ്ടുപേരും ദൈവവുമായുള്ള തങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തിൽ സ്ഥിരതയും ഉറപ്പും ഉള്ളവരാകുക എന്നതത്രേ. നിങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത് ദൈവസ്നേഹമല്ലെന്ന് വരികിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ വികാരത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നവരാകും. വികാരം വിവേകത്തെ നഷ്ടപ്പെടുത്തും എന്ന് മറക്കരുത്. വികാരം നല്ലതാണ്, പക്ഷേ അതിന് അടിമപ്പെടുവാൻ പാടില്ല. ഇന്ന് വികാരം തോന്നുന്ന രംഗങ്ങളിൽ നാളെ വികാരം തോന്നിയില്ലെന്ന് വന്നേക്കാം. ഏതായാലും ഈ വിഷയത്തിൽ ദൈവവചനം നമ്മെ വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കീഴടങ്ങുക എന്ന് പറയുന്നതിനാൽ കുടുംബത്തിൽ നേതൃത്വമെടുക്കുവാൻ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥമാണ് പ്രഥമമായിട്ടുള്ളത്. ഇവിടെ ശാന്തമായ, സൗമ്യമായ, മധുരമായ വിധേയപ്പെടലിനെ കുറിച്ചാണ് പറയുന്നത്. ഒട്ടനേകരും പരാജയപ്പെടുന്നത് ഈ കുടുംബ ബന്ധത്തിലാകുന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ. പത്രോസ് ഇവിടെ പറയുന്നത് ഭർത്താക്കന്മാർ വിശ്വാസികളല്ല എങ്കിൽ പോലും വിശ്വാസികളായ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നത്രേ. അങ്ങനെ വരുമ്പോൾ കുടുംബാന്തരീക്ഷം സമാധാനമുള്ളതാകുമെന്ന് മാത്രമല്ല, ഭാര്യമാരുടെ നല്ല പെരുമാറ്റത്താൽ ഭർത്താക്കന്മാരും ദൈവവചനം അനുസരിക്കുന്നവരായിത്തീരും. പല ഭാര്യമാർക്കും ഈ കാര്യത്തിൽ ക്ഷമയില്ലാത്തതിനാൽ അവർ കുടുംബാന്തരീക്ഷം ആകെ അലങ്കോലമാക്കുന്നത് കാണാറുണ്ട്. ഇനിയും പത്രോസ് ഭർത്താക്കന്മാരോട് പറയുന്നതോ 7-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഭാര്യമാരിൽ നിന്നും ആവശ്യപ്പെടുന്ന അതേ പ്രതികരണമാകുന്നു ഭർത്താക്കന്മാരിൽ നിന്നും പത്രോസ് ആവശ്യപ്പെടുന്നത്. ഭാര്യമാരെ സ്നേഹിക്കണമെങ്കിൽ അതിന് താഴ്മ വേണം. പല ഭർത്താക്കന്മാർക്കും താഴ്മയില്ലാത്തതിനാൽ കുടുംബം തകർന്നു പോകുന്നു. അവർ ചിന്തിക്കുന്നു അവരുടെ വീട്ടിലെ രാജാക്കന്മാരാകുന്നു അവരെന്ന്. സ്വേച്ഛാധിപതി പോലെയാണ് പലരും പെരുമാറുന്നത്. കീഴ്പ്പെടാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ
അല്ലെങ്കിൽ ബഹുമാനിക്കാൻ താല്പര്യമില്ല. അന്യോന്യം വിധേയപ്പെടുന്ന മനോഭാവം ഏറെ പ്രധാനപ്പെട്ടതാണ്. തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനാണ് അവൻ്റെ ഭാര്യ കീഴടങ്ങിയിരിക്കേണ്ടത്. കുടുംബത്തിൽ നേതൃത്വം വഹിക്കേണ്ടത് അവളല്ല, പിന്നെയോ നായകത്വം വഹിക്കുവാൻ അവൾ ഭർത്താവിനെ ഉത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഭർത്താക്കന്മാർ സ്നേഹിക്കുവാൻ പറയുമ്പോൾ ആ കാര്യത്തിലും അവരാണ് നേതൃത്വം വഹിക്കേണ്ടത്. ഇവിടെ പറയുന്ന സ്നേഹത്തിൽ ശ്രദ്ധ, ബഹുമാനം, ശുശ്രൂഷ, സമൂഹത്തിൽ ഭാര്യയുടെ സ്ഥാനം, അവളുടെ ആഗ്രഹത്തിന് കീഴ്പ്പെടൽ, അവളിൽ തന്നെ വിശ്വാസം അർപ്പിക്കൽ, ക്രിസ്തുവിൽ അവളുമായുള്ള ഐക്യം, ഈ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും എന്ന് മറക്കരുത്. ഇതിൽ കൂടുതൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് അഭിലഷിക്കുവാനുള്ളത്? ഭർത്താവ് ഒരിക്കലും ഒരു സ്വേച്ഛാധിപതി ആയിരിക്കരുത്. ഭാര്യയുമായുള്ള എല്ലാ ബന്ധങ്ങളിലും സ്നേഹമായിരിക്കണം ഭരണം നടത്തേണ്ടത്. ത്യാഗപൂർവമായ സ്നേഹം, യഥാർത്ഥ സ്നേഹം, അതുണ്ടെങ്കിൽ പിന്നെ സ്വാർത്ഥത അന്വേഷിക്കില്ലല്ലോ. തൻ്റെ ജീവിത പങ്കാളിയുടെ, അതെ, താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവളുടെ ഇഷ്ടങ്ങളാണല്ലോ കണക്കിലെടുക്കുന്നത്. എന്നുകൊണ്ട് അഴിച്ചുവിടണമെന്നർത്ഥമില്ല. സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ആപത്തിൽ ചാടാതെ സൂക്ഷിക്കുക ചെയ്യുന്നതും അല്ലെങ്കിൽ ശിക്ഷണത്തിൽ നടത്തുന്നതും. സ്നേഹം ഉള്ളിൽ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് പ്രകടമാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ള വഴികൾ തീർച്ചയായിട്ടും ആലോചിക്കണം, അനുവർത്തിക്കണം. സ്നേഹം കൊണ്ട് ഏതൊരു കഠിന ഹൃദയത്തെയും നേടാമെന്ന് മറക്കരുത്. ചിലർക്ക് പിന്നെ സ്നേഹത്തെക്കാൾ തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അർത്ഥശൂന്യമായതിനോടായിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവരെ ശരിയാക്കുവാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് സത്യമാണല്ലേ. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും മടിക്കുന്ന കുടുംബങ്ങൾ തകർന്നത് തന്നെ. ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, പിന്നെ ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് എന്ന ചിന്തയാണ് പലർക്കും. വേണമെങ്കിൽ എന്നോട് വന്ന് സംസാരിക്കട്ടെ, ഞാനിപ്പോൾ മിണ്ടുവാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള ശാഠ്യ സ്വഭാവങ്ങളാണ് ആകെ കാര്യങ്ങൾ വഷളാക്കുന്നത്. തുറന്ന സമീപനമാണ് എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഭാര്യ തുറന്ന് സംസാരിക്കുമ്പോൾ അവളെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ഭർത്താവ് ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്തതായി ഒന്നും ഉണ്ടായിരിക്കരുത്. പിന്നെ പഴയ കഥകൾ വല്ലതും ഉണ്ടെങ്കിൽ പറയുന്നത് ആളെ പഠിച്ചിട്ട് മാത്രം. ചിലർക്കത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. വിശുദ്ധ പൗലോസ് ഭർത്താക്കന്മാരോട് പറയുന്നത് ഭാര്യമാരോട് കയ്പായിരിക്കരുത് എന്നത്രേ. അവരോട് കർക്കശമായി പെരുമാറരുത്. ഇതിൽ വിദ്വേഷം, കോപം എന്നിവ മാത്രമല്ല, ക്രൂരതയും ഉൾപ്പെടുന്നു. സ്ത്രീകൾ പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇതിന് പ്രധാന കാരണം പലരും വിവാഹം കഴിക്കുന്നത് ഒരു വ്യക്തിയെയല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ചിലർ വീട്ടുജോലി ചെയ്യുവാൻ ആളില്ലാത്തതിനാൽ അമ്മയെ സഹായിക്കുവാനും, ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഏതോ ഒരു പെണ്ണിൻ്റെ അപ്പന് പണമുണ്ടായിരുന്നതിനാൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പണത്തെയും കല്യാണം കഴിച്ചു. ഇനിയും ഭാവി ഭദ്രത നോക്കിയും ശാരീരിക സൗന്ദര്യം നോക്കിയും കുടുംബം നോക്കിയും ജോലി നോക്കിയുമൊക്കെ കല്യാണം കഴിച്ചവരെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തകർക്കുന്നത് കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തിൽ സന്തുഷ്ടയായ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലും പ്രശോഭിക്കും എന്ന് മറക്കരുത്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, താങ്കളുടെ കുടുംബജീവിതം സന്തുഷ്ടമാണോ? ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ അത്യന്തം സന്തോഷം അനുഭവിക്കും. ഇനിയും ഒരു പരദേശി കാത്തു സൂക്ഷിക്കേണ്ട നാലാമത്തെ കാര്യം പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ, തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒത്തിരി കീഴ്പ്പെടൽ ആവശ്യമാകുന്നു, അല്ലേ? അതില്ലാത്തതാണ് ഇന്ന് സഭയിൽ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയപ്പോൾ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവീൻ. നാം ഈ ഭൂമിയിൽ പരദേശികളാണ്. ഇവിടുത്തെ യാത്രയിൽ നാം എപ്പോഴും വിനയമുള്ളവരായിരിക്കണം. ഈ പുതിയ വർഷത്തിൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ഗൗരവമായി കാണാം.
നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കും നിയമങ്ങൾക്കും കീഴ്പ്പെടുന്നുണ്ടോ നാം? അതോ നിയമങ്ങൾ പാലിക്കാതിരുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണോ? നമ്മുടെ ജോലിസ്ഥലത്ത് നാം എത്ര വിശ്വസ്തരാണ്? ക്രിസ്തുവിനെന്ന പോലെയാണോ നാം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ നിർവഹിക്കുന്നത്? താങ്കളുടെ കുടുംബജീവിതം ഈ പുതുവർഷത്തിലേറെ ശ്രദ്ധിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമോ? ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവാനും ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തീരുമാനിക്കുമോ? നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്ന ഒരു വിനയ മനോഭാവം ഉണ്ടാക്കിയെടുക്കുമോ? ദൈവം ഈ പുതുവത്സരം ഈ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങളിലൂടെ നിങ്ങളെ നയിക്കുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.